പ്രിയമുള്ളവരെ, ഊരാളുങ്കലിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് പൊതുമരാമത്ത് മന്ത്രി നിയമസഭയിൽ അന്ന് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കണ്ടത്. റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അനുമതി പുതുക്കി നൽകിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് സർക്കാർ പദ്ധതികളുടെ കരാർ തുടർന്നും ഏറ്റെടുക്കാം. ഈ മാസം 31 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. കാലാവധി കഴിഞ്ഞ 46 അക്രഡിറ്റഡ് ഏജൻസികളുടെ അനുമതിയാണ് പുതുക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ കരാർ നൽകുന്നതിനെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF വിമർശിച്ചിരുന്നു. റാഹിസ് റഷീദുണ്ട്. റാഹിസ് റഷീദ്, പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഒന്നിലധികം നേതാക്കൾ, ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന പലരും MLA-മാരായിരുന്ന പലരും ഊരാളുങ്കലിനെ നിശിതമായി വിമർശിച്ചതാണ്. CPM-ന്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്നടക്കം പറഞ്ഞതാണ്. ഇപ്പോൾ ആദ്യം ഊരാളുങ്കലിന് PK ബഷീർ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ UDF സർക്കാർ ഇപ്പോൾ ഊരാളുങ്കലിന് മറ്റ് അക്രഡിറ്റഡ് ഏജൻസികൾക്കൊപ്പം ഇളവും അനുവദിക്കുന്നു. എത്ര നാളത്തേക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്? എന്താണ് ഇളവ് അനുവദിക്കാനുള്ള കാരണം? റാഹിഷ്. അരുൺകുമാർ, ഊരാളുങ്കലിനെ വിമർശിച്ച UDF നേതാക്കളെ എടുത്താൽ അതിൻ്റെ മുൻപന്തിയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഊരാളുങ്കലിന് പക്ഷേ അന്ന് അവരോടെടുത്ത സമീപനമല്ല ഭരണത്തിൽ കയറിയതിനു ശേഷം UDF എടുക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. പൊതുമരാമത്ത് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് നമ്മളിപ്പോൾ ആ ബൈറ്റ് പ്ലേയും ചെയ്തു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റി അടക്കമുള്ള 46 ഏജൻസികൾക്ക് മുൻകൂർ അനുമതി ഇല്ലാതെ, അല്ലെങ്കിൽ ടെൻഡർ ഇല്ലാതെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കരാർ ഏറ്റെടുക്കാനുള്ള അനുമതി കഴിഞ്ഞ സർക്കാർ നൽകിയിരുന്നു. 2 വർഷത്തേക്കാണ് അനുമതി നൽകുന്നത്. ആ അനുമതി മെയ് മാസം 31-ാം തീയതി അവസാനിച്ചു. അതിനുശേഷം കഴിഞ്ഞ ജൂൺ മാസം 26-ാം തീയതി സർക്കാർ പുതിയൊരു ഉത്തരവിറക്കി. 46 ഏജൻസികൾക്കും ഈ മാസം, അതായത് ജൂലൈ 31 വരെ ടെൻഡർ ഇല്ലാതെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സർക്കാരിൻ്റെ കരാർ പണി ഏറ്റെടുക്കാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. അത് ഇപ്പോൾ നൽകിയിരിക്കുന്നത് താൽക്കാലികമായ അനുമതി മാത്രമാണ്. അതിനുശേഷം വീണ്ടും ഓരോ 2 വർഷം കൂടുമ്പോഴാണ് ഈ അനുമതി പുതുക്കുന്നത്. അനുമതി പുതുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകും. ആ സമയത്ത്, അതായത് പെർമനന്റ് അനുമതി 2 വർഷത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പരാതികളും മറ്റും പഠിക്കും എന്നാണ് ധനവകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 46 ഏജൻസികളിൽ 40ഉം സർക്കാരിൻ്റെ കീഴിലുള്ള നിയന്ത്രണത്തിലുള്ള ഏജൻസികളാണ്. 6 എണ്ണം മാത്രമാണ് ഊരാളുങ്കൽ പോലെ പുറത്ത് ഉള്ള ഏജൻസികൾ. ഓക്കെ, റഹീസ് റഷീദാണ്. ആ ഉത്തരവിന്റെ പകർപ്പാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ ഊരാളുങ്കലിനെ കുറിച്ച് ഇതുവരെയൊക്കെ പറഞ്ഞിരുന്നതോ അതൊക്കെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞതല്ലേ? ഇപ്പോൾ ഭരണപക്ഷത്ത് വരുമ്പോൾ ഊരാളുങ്കലിന് നിലവിൽ മറ്റ് ഏജൻസികൾക്കൊപ്പം തന്നെ അനുമതി കൊടുക്കുക ചെയ്യുന്നു. നേരത്തെ PK ബഷീർ ഊരാളുങ്കലിന് ആ അർത്ഥത്തിലൊരു ക്ലീൻ ചിറ്റ് കൊടുക്കുകയും